സർക്കസ് ഒരു ഷോ മാത്രമായിരുന്നില്ല, അത് നമ്മുടെ ബാല്യമായിരുന്നു. 90കളിലെ കുട്ടികൾക്ക് ഇത് മനസ്സിലാവും. ഒരു കാലത്ത് നമ്മുടെ സന്തോഷത്തിന് വൈഫൈ ഒന്നും വേണ്ടായിരുന്നു. ഒരു വലിയ കൂടാരം മതി, നിറയെ ലൈറ്റുകൾ മതി, അതെ സർക്കസ് മതി. വീട്ടുമുറ്റത്തും കടകളിലൊക്കെ ഒട്ടിച്ചിരുന്ന ചുവപ്പും മഞ്ഞയും നിറമുള്ള പോസ്റ്റർ കണ്ടാൽ തന്നെ ആ ബാല്യം തുള്ളിച്ചാടും. അവിടെ എത്തിയാൽ പോപ്കോണിൻ്റെ മണം, ഐസ്ക്രീം, കയ്യടികളുടെ ശബ്ദം, മുകളിലൂടെ ജീവൻ പണയം വെച്ച് പറക്കുന്ന കലാകാരന്മാർ, കോമാളിത്തരങ്ങൾ, ഒരു നിമിഷം പോലും നമുക്ക് കണ്ണടയ്ക്കാൻ തോന്നാത്ത അത്ഭുത ലോകം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സർക്കസ് കണ്ടപ്പോൾ ജംബോ സർക്കസ് കാസർഗോഡ് മാറിയത് സർക്കസല്ല, മാറിയത് നമ്മളാണ്. അത്ഭുതപ്പെടാൻ മറന്നുപോയ മനുഷ്യരായി നമ്മൾ മാറി. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർക്കസിന് അടിത്തറയിട്ടത് കേരളക്കാരനായ കീലേരി കുഞ്ഞിക്കണ്ണനാണ്. തലശ്ശേരി എന്ന് പറയുന്ന നാടിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സർക്കസിൻ്റെ ഈറ്റില്ലമാണ് തലശ്ശേരി. ഇന്ത്യൻ സർക്കസിൻ്റെ പിതാവ് എന്നാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ അറിയപ്പെട്ടത്. പിന്നീട് ഇന്ത്യയിലെ പ്രശസ്ത സർക്കസുകളായ ഗ്രേറ്റ് റെയ്മണ്ട്, ജെമിനി, കമല, ഗ്രേറ്റ് ബോംബെ, രാജ് കമൽ ഇവയിലെല്ലാത്തിലും കേരളത്തിലെ മികവുറ്റ കലാകാരന്മാരുടെ കയ്യൊപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കാലത്ത് ലോകം കേരളത്തെ ഇന്ത്യൻ സർക്കസിൻ്റെ ഈറ്റില്ലം എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് വലിയ കൂടാരങ്ങൾ കുറഞ്ഞിരിക്കാം, പക്ഷേ ഓരോ സർക്കസും ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മൊബൈൽ സ്ക്രീനുകളില്ലാതിരുന്ന കാലത്ത് അത്ഭുതങ്ങൾക്കൊരു വിലാസമുണ്ടായിരുന്നു, അത് സർക്കസായിരുന്നു. 80ലും 90ലൊക്കെ ബാല്യം ആഘോഷിച്ച എന്നെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടും. കാരണം ചില ഓർമ്മകൾക്ക് പ്രായമാവില്ല.